ഏവർക്കും പ്രണാമം. നമുക്ക് ശ്രീകൃഷ്ണ ചരിത്രത്തിലേക്ക് തന്നെ മടങ്ങാം. ശ്രീ ഭഗവാൻ പറഞ്ഞു, ഉദ്ധവ, കലർപ്പില്ലാത്ത ത്രിഗുണങ്ങളുടെ സ്വരൂപം ഞാൻ പറഞ്ഞു തരാം. ശമം, ധമം, തിതിക്ഷ, തത്വചിന്തനം, തപസ്, സത്യം, ദയ, ഓർമ്മ, സന്തോഷം, ത്യാഗം, ഉപരതി, ശ്രദ്ധ, ലജ്ജ, ദാനശീലം എന്നിവ സത്വഗുണ ലക്ഷണങ്ങൾ ആകുന്നു. കാമം, പ്രവൃത്തി, മതം, തൃഷ്ണ, ഗർവം, പ്രതീക്ഷ, ഭേദബുദ്ധി, വിഷയേഹ, യുദ്ധോത്സാഹം, യശസ്സിൽ പ്രീതി, പരിഹാസം, വീര്യം, ശക്തിപ്രകടനം എന്നിവ രാജസ ലക്ഷണങ്ങളാണ്. ക്രോധം, ലോഭം, കളവ്, ഹിംസ, പരസ്വത്തിലുള്ള മോഹം, ദംഭം, തളർച്ച, കലഹം, ശോകം, മോഹം, ദുഃഖം, ദൈന്യം, നിദ്ര, ആശ, ഭയം, മടി ഇവ തമോ ഗുണവൃത്തികളാണ്. ഇനി ഈ ഗുണങ്ങൾ സമ്മിശ്രമായാലുള്ള വൃത്തിഭേദങ്ങൾ പറയാം. ഞാനെന്നും എൻ്റേതെന്നുമുള്ള ഭേദഭാവനയും മനഃപ്രാണേന്ദ്രിയങ്ങളുടെ വിഷയങ്ങളോട് ചേർന്നുള്ള വ്യാപാരങ്ങളും ഗുണസമ്മേളനം കൊണ്ടുണ്ടാകുന്നു. ഒരുവൻ ധർമ്മവും അർത്ഥവും കാമവും അപേക്ഷിക്കുന്നു എങ്കിൽ അവനിൽ ത്രിഗുണ സമ്മേളനം ഉണ്ടെന്ന് ധരിക്കണം. അവനിൽ ശാസ്ത്രാദികളിൽ ശ്രദ്ധയും ധനേച്ഛയും കാമ്യകർമ്മങ്ങളിൽ ശ്രദ്ധയും ഗൃഹസ്ഥാശ്രമാസക്തിയും സ്വധർമ്മത്തിൽ ദൃഢതയും കാണാം. മിക്കവാറും ജനങ്ങളിലും ത്രിഗുണങ്ങൾ കലർന്നിരിക്കും. എങ്കിലും ഏതെങ്കിലും ഒന്നും അധികമായിരിക്കും. ആ ഗുണാധിക്യം അനുസരിച്ച് ഒരുവൻ സാത്വികനെന്നോ താമസനെന്നോ പറയപ്പെടുന്നു. ഒരു ഫലവും കാക്ഷിക്കാതെ സ്വധർമ്മത്താൽ എന്നെ ഭജിക്കുന്നവൻ സാത്വികനും, വിഷയസുഖം കാമിച്ച് ഭജിക്കുന്നവൻ രാജസനും, പരഹിംസയ്ക്കായി ഭജിക്കുന്നവൻ താമസനുമാണ്. ധർമ്മനാനാദികളിൽ ശ്രദ്ധ സത്വഗുണവും, വിഷയാസക്തിയും ഭേദബുദ്ധിയും രജോ ഗുണവും, ശോകം, മോഹം, നിദ്ര, ഹിംസ എന്നിവ തമോ ഗുണവും അധികരിച്ചതിൻ്റെ ലക്ഷണങ്ങളാണ്. ചിത്തപ്രസാദം, ഇന്ദ്രിയ നിവൃത്തി, ദേഹത്തെക്കുറിച്ച് ആശങ്കയില്ലായ്മ, അസംഗത്വം എന്നിവ സത്വഗുണവും, ആസക്തിയോടുകൂടിയ പ്രവൃത്തികളാൽ സന്തോഷസന്താപങ്ങൾ, അശാന്തി, അസ്വസ്ഥത, മനോദുഃഖം എന്നിവ രജോ ഗുണവും, മനസ്സിൻ്റെ തളർച്ച, അറിവില്ലായ്മ, വിഷാദം എന്നിവ തമോ ഗുണവും അധികരിച്ചതിൻ്റെ ലക്ഷണങ്ങളാണ്. സത്വഗുണാധിക്യത്താൽ ഇന്ദ്രിയാധിഷ്ഠാന ദേവതകൾക്കും രജോ ഗുണാധിക്യത്താൽ ഇന്ദ്രിയങ്ങൾക്കും ബലം വർദ്ധിക്കുന്നു. തമോ ഗുണാധിക്യത്താൽ മോഹം വർദ്ധിക്കുന്നു. സത്വം ജാഗ്രതും, രജസ് സ്വപ്നവും, തമസ് സുഷുപ്തിയുമാകുന്നു. ഈ മൂന്നവസ്ഥകൾക്കും സാക്ഷിയായി എപ്പോഴുമുള്ള ചൈതന്യത്തെ തുരീയമെന്ന് പറയുന്നു. സത്വഗുണാധിക്യത്താൽ ആലസ്യമോഹിതരായി നീചയോനികളിൽ വർത്തിക്കുന്നു. ദേഹാന്തത്തിൽ ആധിക്യം സത്വത്തിനാണെങ്കിൽ സ്വർഗവും, രജസ്സിനാണെങ്കിൽ ഭൂലോകവും, തമസിനാണെങ്കിൽ നരകവും പ്രാപിക്കുന്നു. നിർഗുണാവസ്ഥയിലെത്തിയവൻ എന്നോടുകൂടി ചേരുന്നു. ഫലകാംക്ഷ കൂടാതെ എന്നിൽ അർപ്പണബുദ്ധിയ ചെയ്യുന്ന കർമ്മം സാത്വികവും, ഫലം സങ്കല്പിച്ചു ചെയ്യുന്ന കർമ്മം രാജസവും, പരിഹിംസാപൂർവകമായ കർമ്മം താമസവുമാകുന്നു. കേവലം ആത്മാവിനെക്കുറിച്ചുള്ള അറിവ് സാത്വികവും, ഭേദരൂപമായ അറിവ് രാജസവും, പ്രാകൃതമായ അറിവ് താമസവുമാകുന്നു. എന്നെ സംബന്ധിച്ച അറിവാകട്ടെ നിർഗുണമാകുന്നു. സാത്വികൻ വനത്തിലും, രാജസൻ ഗ്രാമത്തിലും, താമസൻ ചൂതുകളി സ്ഥലം മുതലായവയിലും, നിർഗുണൻ ക്ഷേത്രാശ്രമാദികളിലും വസിക്കും. സാത്വികൻ വിഷയങ്ങളിൽ അസംഗനും, രാജസൻ രാഗാന്തനും, താമസൻ വിചാരശൂന്യനും, നിർഗുണൻ എൻ്റെ ആശ്രിതനുമായിരിക്കും. സാത്വികന് ആധ്യാത്മികതയിലും, രാജസന് കർമ്മങ്ങളിലും, താമസന് അധമത്തിലും, നിർഗുണന് എൻ്റെ സേവയിലും ശ്രദ്ധയുണ്ടായിരിക്കും. സാത്വികന് പഥ്യവും ശുദ്ധവും അനായാസ ലബ്ധവുമായ ഭക്ഷണത്തിലും, രാജസന് ഇന്ദ്രിയ പ്രീതികരമായതിലും, താമസന് ഇന്ദ്രിയങ്ങൾക്ക് ദുഃഖപ്രദവും അശുദ്ധവുമായ ആഹാരത്തിലും താൽപ്പര്യമുണ്ടായിരിക്കും. സാത്വികന് ആത്മസുഖത്തിലും, രാജസന് വിഷയസുഖത്തിലും, താമസന് മോഹദൈന്യജങ്ങളായ സുഖങ്ങളിലും പ്രിയമുണ്ടാകും. നിർഗുണന് എൻ്റെ ഭജനസുഖത്തിലായിരിക്കും ശ്രദ്ധ. ഉദ്ധവ, കാണുന്നതും കേൾക്കുന്നതുമെല്ലാം ഗുണങ്ങളുടെ മയമാണ്. ഗുണങ്ങളുടെ പരിണിത ഫലമാണ് സംസാരം. ഗുണങ്ങളുടെ ഉൽപ്പത്തിസ്ഥാനം മനസ്സുമാകുന്നു. ഈ ഗുണങ്ങളെ ജയിച്ചിട്ടും ഭക്തിയോഗം കൊണ്ട് എന്നെ സമാശ്രയിച്ചവൻ അന്ത്യത്തിൽ ഞാനായിട്ട് തന്നെ ഭവിക്കുന്നു. മനുഷ്യജന്മം ലഭിച്ച വിവേകി ഗുണസംഘം ത്യജിച്ച് ജിതേന്ദ്രിയനായി പ്രേമാദാലസ്യം കൂടാതെ എപ്പോഴും എന്നെ ഭജിക്കണം. 3 ഗുണങ്ങളെയും ഒരുമിച്ച് ത്യജിക്കാൻ സാധ്യമല്ല. ആദ്യം സത്വഗുണം ആശ്രയിച്ച് രജസ്തമസുകളെ ഒഴിവാക്കണം. പിന്നീട് നിരാപേക്ഷ രൂപമായ ശുദ്ധഭാവത്തിൽ
സത്വഗുണത്തെയും ഉപേക്ഷിക്കണം. അതോടെ ജീവോപാധിയായ ലിംഗശരീരം നശിക്കും. പിന്നീട് ജനനമരണങ്ങൾക്ക് അവകാശം ഇല്ലാത്തതിനാൽ അവൻ പരിപൂർണനായി കഴിഞ്ഞു. എന്നെ പ്രാപിച്ചു കഴിഞ്ഞതിനാൽ ഇനി ഒന്നും സമ്പാദിക്കേണ്ടതില്ല. ഇനിയൊരു സഞ്ചാരവും ഇല്ല. ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം. ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം.